ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW 520 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനമായിട്ടാണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ വാഹനത്തിന്. സാധാരണ 520കൾ നമ്മൾ നേരത്തിൽ കാണാറുണ്ട്. അതിന് വ്യത്യസ്തമായി ഇത് 2024 കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. ഒരുപാട് ഫീച്ചേഴ്സും പ്രത്യേകതകളും കമ്പനി സർവീസ് കാര്യങ്ങൾ ഇതിനെല്ലാം കുറിച്ച് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് റാസി കാർസ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക, മറ്റുള്ളവരേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് BMW 520 എന്നുള്ള മോഡലാണ്. ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ഒരു 520 ജീവിതത്തിൽ എടുക്കുന്നത്. മിക്കവാറും ആൾക്കാരുടെ ബെൻസ് അല്ലെങ്കിൽ BMW എന്നാണ് നമ്മൾ പൊതുവേ കേട്ടുവരുന്നൊരു വാക്ക് എല്ലാവരുടെ കയ്യിൽ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നുള്ളത് 520 എന്ന മോഡലാണ്. ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒരുപാട് പ്രത്യേകത മീൻസ് ഇത് 2016 മോഡലാണ്. ആക്ച്വലി മാനുഫാക്ചറിങ്ങും മോഡൽ 2016 വരുന്നത്. ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി. നമ്മൾ ഏകദേശം 5.5 ലക്ഷം രൂപയോളം നമ്മളിതിൽ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ കിറ്റ് പുതിയ മോഡലിലേക്ക് 2024-25 ഇപ്പോൾ ഇറങ്ങുന്ന മോഡലിലേക്ക് നമ്മൾ ഇതിൻ്റെ കിറ്റ് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങൾ മൊത്തം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ചിലർ വിചാരിക്കും എന്തെങ്കിലും തട്ടുമുട്ട് വന്നിട്ട് ചെയ്യുന്നതാണോ? അതല്ല, ഇതിൻ്റെ മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. അത് നിങ്ങൾക്ക് വന്നിട്ട് നമുക്ക് പരിശോധിച്ചിട്ട് ഉറപ്പ് വരുത്താനും പറ്റും. അങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഒരു ഫേസ് ലിഫ്റ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് ചേഞ്ചസ് വന്നിട്ടുള്ളത് ഹെഡ് ലാമ്പ് ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഗ്രില്ല്, ബമ്പർ, ബോണറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ബാക്കിൽ ബമ്പർ ഡബിൾ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ലൈറ്റ് ബാക്കിൽ ലൈറ്റൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് അതിൽ കാര്യങ്ങൾ വരുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ കാണുമ്പോൾ ആ ഗ്രില്ലിൻ്റെ ഒരു ഡിസൈനും പിന്നെ ഇവിടെ നമ്മൾ എം സ്പോട്ടിൽ വരുന്ന ടൈപ്പ് ലൈനും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ലൊരു അട്രാക്ഷനാണ്. കണ്ടു കഴിഞ്ഞാൽ ഒരു 24 ഇറങ്ങിയ വാഹനം തന്നെയാണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള പ്രത്യേകത നോക്കുകയാണെങ്കിൽ അത് സാധാരണ ആൾക്കാർ 2010, 11, 12 കാലത്തിലുള്ള വണ്ടികളാണ് സാധാരണ ഫേസ് ലിഫ്റ്റ് ചെയ്യാറ്. അങ്ങനെ വരുമ്പോൾ ഇതിൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടിയുടെ ക്വാളിറ്റി ഇല്ലായ്മ, ഒരുപാട് ഓടിയ പ്രശ്നം, പിന്നെ അതുപോലെ ഇൻറ്റീരിയറൊക്കെ ആകെ മുഷിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ മൊത്തം ചെയ്യാന്ന് പറയുമ്പോൾ ഏകദേശം 10-12 ലക്ഷം രൂപ ഒക്കെ വരുന്ന കോസ്റ്റ് മാത്രം വരും. അങ്ങനെ ചെയ്തെടുത്തിട്ടും കാര്യമില്ല. ഇതിൻ്റെ എഞ്ചിനാണെങ്കിലോ പഴയ എഞ്ചിനായിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു വരുന്നത്. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇൻറ്റീരിയർ ഓൾറെഡി പുതിയതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ റിവേഴ്സ് ക്യാം ഇതൊക്കെ കമ്പനി ഫിറ്റഡ് കാര്യങ്ങളാണ്. മറ്റേ നമ്മൾ ഒരുപാട് ആക്സറീസ് ഒക്കെ കയറുമ്പോൾ നമുക്ക് ഭാവിയിൽ പല ദോഷങ്ങളും ഇലക്ട്രോണിക്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി എല്ലാം കമ്പനി തന്നെ കൊടുത്തതുകൊണ്ട് നമുക്ക് അതിലൊന്നും പേടിക്കാറില്ല. പിന്നെ മാത്രമല്ല ഇത് പുതിയ എഞ്ചിനാണ്. LCI എന്ന് പറഞ്ഞാൽ 2015 ലാസ്റ്റിൽ ഇറങ്ങിയ വണ്ടികളിൽ വരുന്ന ലേറ്റസ്റ്റ് എഞ്ചിന് വെച്ചിട്ടുള്ള ഒരു വണ്ടിയും കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം ഒരു പുതിയ വണ്ടിയിലേക്ക് മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുന്നവർക്കും എല്ലാവർക്കും ഇതൊരു പുതിയ വണ്ടി എന്നുള്ള ഒരു ഫീൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് പഴയ വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതും 2016 വണ്ടി ഫേസ് ലിഫ്റ്റ് ചെയ്ത് തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എക്സാമ്പിളായിട്ട്. അതുപോലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ഫിനിഷിങ്ങിൽ ആണുള്ളത്. ഇപ്പോൾ ബമ്പറിൻ്റെ ഇവിടെയൊക്കെ നല്ലൊരു ലുക്കാണ് ഫ്രണ്ടിൽ തന്നെ നമുക്കിത് കാണിച്ചു തരുന്നത്. അതുപോലെ ടയറിലേക്ക് വരുമ്പം നല്ല അത്യാവശ്യം ഒരു 75-80% നമുക്ക് ഇതുള്ള കട്ടകളുള്ള ഒരുപാട് കാലം ഓടാനുള്ള ഒരു രീതിയിലുള്ള ടയറിൻ്റെ ഒരു പൊസിഷൻ നമുക്കുണ്ട് അതിൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എം സ്പോർട്ടിന് M പെർഫോമൻസിൻ്റെ ഒരു ഇത് വരുന്ന ഒരു ഗ്രില്ലും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ മിററിൽ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെയാണ് സൈഡിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എഞ്ചിൻ സൈഡ് നോക്കുമ്പോൾ ഇതിന് പുതിയ എഞ്ചിനാണ്. അപ്പോൾ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നുണ്ട് പുതിയ വണ്ടികൾ വരുമ്പോൾ ന്യൂ ഷേപ്പ് എഞ്ചിനാണ്. അപ്പോൾ എങ്ങനെയാണ് ആ എഞ്ചിൻ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ബോണറ്റ് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരു ഷേപ്പ്, അതായത് ടിൻ പവർ ടർബോ. ഇതിന് മുന്നേ ടിൻ പവർ ടർബോ ഉണ്ട്, പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് കുറച്ച് പവറും കൂടിയിട്ടുണ്ട് ഈ വാഹനത്തിൽ. കണ്ടില്ലേ, നല്ല വൃത്തി ആൻഡ് ക്ലീൻ ആൻഡ് നീറ്റ്. ഇവിടെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുന്നില്ല, എങ്കിലും നല്ല നീറ്റിലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എഞ്ചിൻ റൂം തുറന്നു നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇത് പിറകുവശം പരിശോധിക്കുമ്പോൾ അതിലും ഗംഭീരമായിട്ടാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. പിറകുവശം നമുക്ക് ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്, BMW ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ ടൈൽ ലാമ്പാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ലൊരു ഡിസൈൻ തന്നെയാണ് കമ്പനി ചെയ്തിട്ടുള്ളത്. അതുപോലെ താഴേക്ക് വരുമ്പോൾ എക്സോസ്റ്റ് ഇവിടെ അവിടെയും ഡബിൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ കിറ്റിൽ വരുന്ന ഒരു M സ്പോർട്ട് കിറ്റിനെന്ന് പറയാം നമുക്ക്. അതിൻ്റെ രീതിയിലാണ് ഇവിടെ ബാക്ക് വശങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഓൾറെഡി ഇപ്പോൾ പുറത്ത് രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പറിലാണുള്ളത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് കാര്യമില്ല, നമ്മൾ ഇങ്ങോട്ട് NOC എടുക്കേണ്ട വരുമ്പോൾ ആ നമ്പർ നമുക്ക് ലാപ്സായി പോകും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ വണ്ടിയുടെ ബോഡി ക്വാളിറ്റി അപാര ക്വാളിറ്റിയാണ്, ഹൈ ക്വാളിറ്റി വണ്ടിയാണ്.
ഇതിന് ഇന്റീരിയർ നമുക്ക് പരിശോധിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ പ്രത്യേകത ഇന്റീരിയറിന്റെ ക്വാളിറ്റി. ഇപ്പൊ നമ്മൾ ഒരുപാട് പഴക്കമുള്ള വണ്ടിയൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ബോഡിയിൽ മാത്രമേ അതിന്റെ തിളക്കവും കാര്യങ്ങളും നിലനിൽക്കുള്ളൂ. ഉള്ളിലേക്ക് വരുമ്പോൾ മുഷിഞ്ഞിട്ടും അത് മാറ്റി ഇത് മാറ്റി ഇതൊക്കെ ഇപ്പൊ നമുക്ക് മാറ്റുക പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. ഈ ഡാഷ് സീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റുക പറഞ്ഞാൽ ബോഡിയിൽ പെയിന്റ് അടിക്കുന്ന പോലെ അല്ലേ ഇത്. അപ്പൊ ഇതിലിപ്പോ നമുക്ക് എം സ്പോർട്ടിന്റെ വീല് വന്നിട്ടുണ്ട്. ഇതന്നെ അടിപൊളി എം സ്പോർട്ട് വീല് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു അട്രാക്ഷൻ ആയിട്ടുള്ള. പിന്നെ ഓൾറെഡി ഡിജിറ്റൽ മീറ്റർ ആണ് ഇത്. ഇപ്പൊ നമ്മൾ പഴയ വണ്ടി ആകുമ്പോൾ ഡിജിറ്റൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതൊക്കെ വണ്ടിക്ക് ഫ്യൂച്ചറിൽ കംപ്ലൈൻസുകൾ ഇലക്ട്രോണിക്സ് കംപ്ലൈന്റ് വരാൻ സാധ്യത ഉള്ളതാണ്. പക്ഷെ ഇതിൽ ഒറിജിനൽ കമ്പനി അന്ന് തന്നെ 2015 ആയപ്പോഴത്തേക്കും ഇതിൽ സ്പീഡോമീറ്ററിലൊക്കെ ഡിജിറ്റലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്പോർട്ട് ഡ്രൈവ് മോഡുകൾ 4 ഡ്രൈവ് മോഡുകൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ AC വെന്റിങ് കാര്യങ്ങളൊക്കെ ബട്ടൺ സ്റ്റാർട്ടാണ്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിലുണ്ട്. പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് സ്റ്റിയറിംഗ് വീല് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ റൂഫ് സൺ റൂഫ് വരുന്നുണ്ട്. അങ്ങനെ ഇന്റീരിയറൊക്കെ ടാൻ കളർ കാരണം നല്ലൊരു അട്രാക്ഷൻ കളറാണ്. അത് നല്ലൊരു ക്വാളിറ്റിയിലും ഫിനിഷിങ്ങിലുമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് സീറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് BMW-ലാണെങ്കിലും ബെൻസിലാണെങ്കിലും നമുക്ക് നല്ലൊരു അതിവിശാലമായിട്ടുള്ളൊരു ഈ ക്ലാസ്സിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അതേപോലെ തന്നെ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു സിറ്റിംഗ് പൊസിഷനാണ് നമുക്ക് വരുന്നത്. ഇവിടെ AC വെന്റ് വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഇവിടെ കർട്ടനൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇവിടെ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടില്ല. കർട്ടനൊക്കെ നമുക്ക് കയറ്റെങ്കിൽ ഇവിടെയും സൈഡിലും കർട്ടൺ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഇത് അഡീഷണൽ മാറ്റൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ നോർമലി വരുന്ന അതൊക്കെ എല്ലാത്തിനും വരുന്നതാണ്, നമ്മൾ ഫീച്ചേഴ്സ് പറയുന്നില്ല. അതൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ആൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് 2016 മാനുഫാക്ചറിങ് രജിസ്ട്രേഷനും വരുന്ന 520D ഡീസലാണ്. ട്വിൻ പവർ ടർബോ വരുന്ന സൺറൂഫ് ഉണ്ട്. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ്. പിന്നെ ഫസ്റ്റ് ക്ലാസ് 17 ലക്ഷം ഇൻഷുറൻസ് IDV ഉണ്ട് ഈ വാഹനത്തിൽ. പിന്നെ വേറെ മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പെയിന്റിങ് എന്തായാലും ഇപ്പോൾ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ പെയിന്റിങ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ഹൈ ക്വാളിറ്റിയിലാണ്, നമുക്ക് ഗ്യാരണ്ടിയിലൊക്കെ ഉള്ള ഒരു പെയിന്റിംഗ് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നമുക്ക് NOC-യിലാണ് ഇതിന്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഡൽഹി രജിസ്ട്രേഷൻ ആണ്. നമുക്ക് NOC-യിൽ നമുക്ക് തരാൻ പറ്റും. ഏകദേശം ഒരു മാസം ഏകദേശം ഒരു 30 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് NOC കസ്റ്റമർക്ക് വേണ്ട സ്ഥലത്തേക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാനും പറ്റും. ഇതിന്റെ പ്രൈസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 18,75,000 ആണ് നമ്മൾ NOC-യിൽ പ്രതീക്ഷിക്കുന്ന വില. ചെറിയ എന്തെങ്കിലുമൊക്കെ നെഗോസിയേഷൻ ഒക്കെ ചെയ്യാം. ഇതിന്റെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ക്വാളിറ്റി വാഹനമാണ്, റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുപോലെ BMW സർവീസ് എന്ന് പറയുന്നത് 2024 ലാസ്റ്റ് വരെ കമ്പനിയിൽ സർവീസ് റെക്കോർഡ് നമുക്ക് അവൈലബിൾ ആണ്. വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് അതിൻ്റെ ബിൽസ് കാര്യങ്ങൾ റെക്കോർഡ് വരെ നമ്മളടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണിച്ചു കൊടുക്കാനും പറ്റും. ഇത്രയും നല്ലൊരു വെൽ മെയിൻറ്റെയിൻഡ് ഒരു വാഹനമാണ് ഇത്. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാത്ത നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിക്കാം. പിന്നെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ചാനലിലേക്ക് നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ വിട്ടുപോകാൻ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ പ്രത്യേക കാര്യം പറയാനുള്ളത്, നമുക്ക് ഇത്തരം വണ്ടികൾക്കൊന്നും ലോൺ അവൈലബിൾ അല്ല. അപ്പോൾ ഒരുപാട് പേര് ലോൺ ചോദിച്ച് വിളിക്കാറുണ്ട്. അവർ നിരാശപ്പെടുത്താനല്ല, പക്ഷേ നമ്മൾ ഓൾറെഡി ലോൺ ചെയ്യുന്നില്ല. മാത്രമല്ല ഈ ലോണ് നമ്മൾ കുറേ ശ്രമിച്ചു നോക്കുമ്പോൾ അത് മിക്കവാറൊന്നും നടക്കുന്നില്ല. ഇവിടെ കേരള രജിസ്ട്രേഷൻ ചെയ്യാതെ ഇത് പരിപാടികളൊന്നും നടക്കില്ല. അപ്പോൾ ലോണ് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ ദയവ് വിചാരിച്ച് ആ ലോൺ ഇതിൽ അവൈലബിൾ അല്ല. അപ്പോൾ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ വണ്ടി എടുക്കുന്ന രൂപത്തിലാണെങ്കിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാൻ അങ്ങനെയും ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.